ഗഡികളെ ഇവിടെ വണ്ടി നമ്മൾ വീട്ടിൽ കൊടുന്നോട്ടാ. വീട്ടിൽ കൊടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പാച്ച് വർക്കറുടെ അടുത്ത് നിന്ന് അയാളുടെ വീട്ടിൽ വയ്ക്കാൻ സ്ഥലമില്ല. അപ്പോൾ എന്താ വെച്ചിങ്ങ അതിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കണം. പിന്നെ സീറ്റ് സാധനങ്ങളൊക്കെ ഊരണം, ഊരിയിട്ട് കൊടുക്കണം. ഡാഷ്ബോർഡ് ഊരണം. അപ്പോൾ ഇതൊക്കെ ഇത് ഊരി ഇപ്പോഴത്തെ അവസ്ഥയാണ് കാണണം കേട്ടോ. ഇത് കണ്ട ഇതന്നെ പാട്. ഈ സൈഡൊക്കെ തുരുമ്പുണ്ട്, ഇതൊക്കെ എടുക്കണം. ഇവിടെയൊക്കെ തുരുമ്പുണ്ട്. അപ്പോൾ ഓരോ സാധനം അഴിച്ചത് കണ്ട ഗുണത്തിലോട്ടത്. അപ്പോൾ ഭാഗത്തൊക്കെ തുരുമ്പുണ്ട്. പിന്നെ ഓൾറെഡി ഇത് എവിടെ തുരുമ്പുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോർ പാഡ്, ഫ്രണ്ട് ഡോറിൻ്റെ ഗ്ലാസ്സുകളൊക്കെ അഴിച്ച് വെച്ചു കേട്ടോ. ഗ്ലാസ്സുകളൊക്കെ അവിടെ അഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ ബാക്കിലത്തെ ഈ 2 ഗ്ലാസ് അഴിക്കണം. ക്വാർട്ടർ ഗ്ലാസ് അഴിച്ചു. ക്വാർട്ടർ ഗ്ലാസ് അഴിച്ചിട്ട് ഈ ഏരിയയിലൊക്കെ തുരുമ്പ് വരാൻ ചാൻസുള്ള ഏരിയ കേട്ടോ. ഇതിപ്പോൾ ഇതിന് തുരുമ്പൊന്നുമില്ല. 2 സൈഡിലും ക്വാർട്ടർ ഗ്ലാസ് അഴിച്ചു. 2 സൈഡിലും ക്വാർട്ടർ ഗ്ലാസ് അഴിച്ചു. ഫ്രണ്ട് ഗ്ലാസ് അഴിച്ചു. ഫ്രണ്ട് ഡോറിൻ്റെ ഗ്ലാസ്സുകൾ അഴിച്ചു. ഫ്രണ്ട് ഗ്ലാസ് അഴിച്ചു. ഫ്രണ്ട് ഗ്ലാസ് അഴിച്ചിട്ടുണ്ടല്ലേ ഒരു കുഴി ഉണ്ടോ ഒക്കെ നമുക്ക് എടുക്കണം. കുഴിത്തുരുമ്പ് അത് എടുക്കണം. ഇവിടെ ലലമ്പില്ല ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ശരിയാക്കണം. ഇവിടെയൊക്കെ പോയിട്ടുണ്ട് കണ്ട ചെറുതായിട്ട്. ആ ഭാഗത്തൊക്കെ പോയിട്ടുണ്ട്. ഈ പാത്തിയൊക്കെ കംപ്ലൈൻറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത്. ആ പാത്തിയുടെ അവിടെ പൊട്ടിയുണ്ട്. ഇതൊക്കെ നമുക്ക് ക്ലിയർ ആക്കി എടുക്കണം. റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതല്ലാണ്ട് വെറുതെ ഒരു വണ്ടിയുടെ പുറത്ത് കാണുന്ന ഭംഗിയല്ല വരുത്തേണ്ടത്. ആദ്യം വണ്ടി സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഘടകം. ഇത് കണ്ട ഇത് ഈ വണ്ടികളുടെ ഏറ്റവും കൂടുതൽ തുരുമ്പ് വരുന്ന ഏരിയ ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ആ ഗ്ലാസ് അഴിച്ചില്ല വെച്ചെങ്കിൽ ഇപ്പോൾ എന്തായി പുറത്ത് പെയിൻ്റ് അടിച്ച് പോവും. തേയും കാണില്ല കണ്ട. ഇതിപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒരു ബോഡി മാറ്റിയെടുക്കാം. അങ്ങനെ ഒരു ഓപ്ഷനുകൾ നമ്മൾ പല ആളുകളും പറഞ്ഞു. പക്ഷെ നമുക്ക് ഇപ്പോൾ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇത് അഴിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തുരുമ്പുണ്ടാവാം. മനസ്സിലായി? ഇത് അഴിച്ച് കഴിഞ്ഞിട്ട് തന്നെ അത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെന്ന് പറയണത് ഇത് 86 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ബോഡി പാർട്സൊക്കെ ആ സമയത്ത് എൻ്റെ അറിവിൽ ജപ്പാൻ ഇമ്പോർട്ടഡ് പാർട്സാണ്. അപ്പോൾ ബോഡിക്ക് തട്ടുമുട്ടൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നിലവിൽ എന്താണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ ജപ്പാൻ്റെ സാധനങ്ങളാവാൻ അതിനാണ്. ഇരുമ്പൊക്കെ ആ സമയത്ത് അവിടുന്ന് വന്നിട്ടുള്ളതാവും. അപ്പോൾ ഇതിന് കിട്ടണ ലൈഫ് ഒരു കാരണവശാലും നമ്മുടെ ഇന്ത്യൻ നിർമ്മിത സാധനങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ സാധനങ്ങളൊന്നും തന്നെ നമ്മൾ ബോഡി മാറ്റാനുള്ള ഉദ്ദേശം, ഡോറ് മാറ്റാനുള്ള ഉദ്ദേശം ഒന്നുമില്ല. അതൊക്കെ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്തെടുക്കാൻ തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഒരു 86 മോഡൽ വണ്ടി റീസ്റ്റോർ ചെയ്തെടുക്കുമ്പോൾ മോടി പിടിപ്പിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിത് സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഇതുവരെ ചെയ്യാനുള്ള ഉദ്ദേശം. അപ്പോൾ 2 റിമ്മ് ഇതിൻ്റെ മോശമാണ്. ഇത് പെയിൻറ്റിങ്ങിൻ്റെ സമയത്ത് റിമ്മ് കൊണ്ടു കൊടുക്കണം. 2 റിമ്മ് മോശമാണ്. 2 റിമ്മ് വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഞാൻ നമ്മുടെ പൊളി മാർക്കറ്റിൽ നിന്ന് 2 റിമ്മ് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 റിമ്മ് 2 ഒരു വണ്ടിയുമ്പോൾ കണ്ടു വെച്ചിട്ടുണ്ട് നല്ല റിമ്മുകൾ. അപ്പോൾ ആ റിമ്മ് ഈ പെയിൻറ്റിങ്ങിൻ്റെ ഒപ്പം കൊടുത്ത് കഴിഞ്ഞാൽ റിമ്മിൻ്റെ ഇന്നറും ഔട്ടറും ഒക്കെ പെയിൻറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ റിമ്മ് ഓൾറെഡി ഇവിടെ ആവശ്യമുണ്ടല്ലോ. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ടയർ മാറാനുള്ളതാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഇതിട്ടിട്ട് കയ്യിൽ കാശില്ല വെച്ചെങ്കിൽ ഓടിക്കാനായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ ടയർ മാറിപ്പോൾ 4 ടയർ ഇട്ടുണ്ട്. അതാണ് ഇരിക്കുന്നത്. അത് തൽക്കാലത്തേക്ക് അതൊന്നും വെച്ചിട്ട് നമുക്ക് ലോങ് പോവാം. ലോങ് പോയിരുന്നാണ്. ടയർ മോശമില്ലാത്ത ടയറാണ്. വേണ്ട എൻ്റെ ഉള്ളിൽ ഇവിടെ ഓട്ടമല്ല, അപ്പുറം കാണാം. അപ്പോൾ ഇനി ഡാഷ്ബോർഡൊക്കെ വെച്ചിട്ട് ഞാൻ അടുത്ത സെക്ഷൻ കാണിക്കാം കേട്ടോ. ഈ സെക്ഷൻ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ. ഇപ്പോൾ പ്രസൻറ്റ് വണ്ടിയുടെ സ്റ്റാറ്റസ് ഇതാണ്. അപ്പോൾ ഇടുക്കിയുടെ ഇതൊക്കെ ഇത് ഒടിഞ്ഞു കിടക്കുന്നത് നമ്മൾ വേറെ വണ്ടി വന്ന് മാർക്കറ്റ് പട്ടാളത്തിലേക്ക് പോയി ഇപ്പോൾ ഊരിയിട്ടതാട്ടോ. ഇവിടെയൊക്കെ തുരുമ്പുണ്ട് കണ്ടോ. ഇവിടെയൊക്കെ തുരുമ്പുണ്ട്. ഇതൊക്കെ നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കണം. മനസ്സിലായോ? ഇപ്പോൾ A to Z തുരുമ്പ് നമ്മളെ കളഞ്ഞതിന് ശേഷം മാത്രം പൊട്ടി പരമാവധി ഒഴിവാക്കിക്കൊണ്ടുള്ള പെയിൻറ്റിങ്ങാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, തട്ടി നിർത്തിയിട്ട്. അപ്പോൾ ഇനി വരുന്നത് വഴിയിൽ വരണടുത്ത് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.